ഹായ്, പാടി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഫ്രഞ്ച് റോസ്റ്റ്, ബ്രെഡ് കൊണ്ട് ഫ്രഞ്ച് റോസ്റ്റ്. നമുക്ക് കാലത്ത് ഇപ്പോൾ ഒരു നേരം മാവില്ല എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയത് ബ്രെഡ് റോസ്റ്റാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടും, കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. നല്ല ടേസ്റ്റ് ആയിരിക്കും. നമുക്കതൊന്ന് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഞാനൊന്ന് പറഞ്ഞു തരാം. ആദ്യമായിട്ട് നമുക്ക് ബ്രെഡ് റോസ്റ്റ് ഉണ്ടാക്കാൻ ബ്രെഡ് വേണം. ബ്രെഡ്, അതേപോലെ പാല്, കൊക്കോ പൗഡർ, നെയ്യ്, മുട്ട, കുറച്ച് പഞ്ചസാര പൊടിച്ചത്, ഉപ്പ്, മിൽക്ക് മെയ്ഡ്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ബ്രെഡ് റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടത്. അത് നമുക്ക് ബ്രെഡ് റോസ്റ്റ് ഉണ്ടാക്കാം. ആദ്യം നമുക്ക് മുട്ട ഒന്ന് പൊട്ടിച്ച് ഒഴിക്കാം. ഇവിടെ ഞാൻ 6 മുട്ട എടുത്തിട്ടുണ്ട്. 6 മുട്ട ഉടച്ച് പാത്രത്തിലാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ അതൊന്ന് ചേർത്ത് കൊടുക്കുക. 1 പിഞ്ച് ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കുക. കൂടുതലിടരുത്, പിഞ്ച് ഇട്ടാൽ മതി. അത് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിനെ ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് അടുപ്പ് കത്തിച്ച് നമുക്ക് പാൻ ഒന്ന് വെച്ച് കൊടുക്കാം. പാൻ നല്ലപോലെ ചൂടായിട്ടുണ്ട്. നെയ്യൊന്ന് തടവി കൊടുക്കുക. അപ്പം നെയ്യ് തടവി കൊടുത്തു, അത് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡ് ഒന്ന് ഇതിൽ വെച്ച് കൊടുക്കാം. ബ്രെഡിനെ നമുക്ക് നല്ല പോലെ ഒന്ന് 2 ഭാഗത്തും ഒന്ന് മുക്കി നല്ലപോലെ ആവണം. പിന്നെ നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അതേപോലെ ഇതിപ്പോൾ 4 എണ്ണം നമുക്ക് വെക്കാൻ പറ്റും. അത് 4 എണ്ണം വെച്ച് കൊടുക്കാം. ഇപ്പം 4 പീസ് ഞാനിതിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് നമുക്ക് മറിച്ചിടാം. ഇപ്പം നല്ലപോലെ നമ്മുടെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നമുക്ക് നെയ്യൊന്ന് അപ്പുറം ഭാഗത്തൊന്ന് തടവി കൊടുക്കാം. ഒരു ഭാഗം നല്ലപോലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് മറിച്ചിടാം. അപ്പം ബ്രെഡ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. ഇനി അടുത്തത് ഇതുപോലെ നമുക്കൊന്ന് ചുട്ടെടുക്കാം. നെയ്യ് തടവി കൊടുക്കാം. നെയ്യ് ചേർക്കുമ്പോഴേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത്തിരി നെയ്യ് നല്ലപോലെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതേപോലെ തന്നെ നമുക്ക് ഇതിനൊന്ന് ചുട്ടെടുക്കാം. ഇതേപോലെ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇതിൽ നമുക്ക് കൊക്കോ പൊടിയാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. കൊക്കോ പൊടി നമ്മൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഏലക്ക പൊടിച്ചിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. നന്നായിരിക്കും, ഇതേ ടേസ്റ്റ് തന്നെ വരും. അപ്പോൾ നമുക്ക് ഏലക്ക പൊടിച്ചത് വേണമെങ്കിൽ ചേർത്താം. അങ്ങനെ അവസാനമായിട്ട് ഇതും കൂടി നമുക്ക് ചുട്ടെടുക്കാം. അവസാനത്തെ നമ്മുടെ ഫ്രഞ്ച് റോസ്റ്റ് കൂടെ പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി അടുത്ത പരിപാടിക്ക് കിടക്കാം. ഇപ്പം നമ്മളുടെ ബ്രെഡ് റോസ്റ്റ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുതായിട്ടൊരു പരിപാടി ഉണ്ട്. ഇതിലേക്കെല്ലാം നമുക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് തേച്ച് കൊടുക്കാം.
ഇനി ഒരു 6 ബ്രെഡ് കൂടി നമുക്ക് ഇതിൻ്റെ മേലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി ഒന്ന് ക്രോസിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മളുടെ ഫ്രഞ്ച് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പം നമ്മളുടെ ഫ്രഞ്ച് റോസ്റ്റ് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ റീത മാഡത്തിനെ വിളിക്കാം. അഭിപ്രായം എന്താണെന്ന് അറിയാലോ. അടിപൊളിയായിട്ട് സൂപ്പർ ആയിട്ടുണ്ട്. ടേസ്റ്റ് നന്നായിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഫുഡാണ്. നമുക്ക് രാവിലത്തെ ഒരു ഫുഡായിട്ട് നമുക്ക് ഉപയോഗിക്കാം. വലിയവർക്കും കുട്ടികൾക്കും ഉപയോഗിക്കാൻ പറ്റിയതാണ്. ഇത് നിങ്ങൾക്ക് വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്താ വെച്ചാൽ ഹെൽത്തി ഫുഡാണ്, എല്ലാവർക്കും കഴിക്കാൻ പറ്റിയാണ്, നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങൾ ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കിനി അടുത്തതായിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിഞ്ഞാലേ എനിക്ക് അടുത്തതായിട്ട് നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരയ്ക്കും ബൈ.